ചാനലിലെ ഫസ്റ്റ് ഗിവ് അവേ വീഡിയോ ആണ്. ആദ്യത്തെ ഗിവ് അവേ വീഡിയോ ആണ്. വിന്നേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചു. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളല്ല, ഏകദേശം ഒരു മാസത്തോളമൊക്കെ ആയിട്ടുണ്ട് നമ്മൾ റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കും അത് ഡിലീറ്റ് ആയി പോകുന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ചാനലിനകത്തിൽ. അതുകൊണ്ട് നമ്മളൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ഇട്ടിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാവേ. അപ്പം അതെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് അതിന് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ചാനൽ തുടങ്ങാനുള്ള റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ ഈ ഒരു ചാനലിനകത്ത് ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോകുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഷോർട്ട് വീഡിയോസൊക്കെ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതിനകത്തും ഷോർട്ട്സ് വീഡിയോസും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇതിനകത്ത് ലോങ് വീഡിയോയും അതുപോലെ ഷോർട്ട് വീഡിയോസും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിവ് അവേ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ അടുത്ത് കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിവ് അവേയുടെ കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ ഇത്ര ലേറ്റ് ആയിപ്പോയി. ഇവിടെ പുറത്ത് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ്, അത് കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചില ഹെൽത്ത് ഇഷ്യൂസും കാരണമൊക്കെ അതൊക്കെ കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിപ്പോയത്. ഫസ്റ്റ് ഞാൻ സൂപ്പർ കഴിക്കുന്ന ഇത്രയും ലേറ്റ് ആയിപ്പോയതിന്. ഇനി തൊട്ട് എന്തായാലും ഞാൻ റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ലോങ് വീഡിയോസും കുറവായിരുന്നു, അതുപോലെ ഷോർട്ട് വീഡിയോസും കുറവായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി തൊട്ട് നമ്മൾ റെഗുലറായിട്ട് ചെയ്യാവേ. എല്ലാവരും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോകുന്നെങ്കിലും ഇനി തൊട്ട് ഞാൻ എന്തായാലും റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാവേ. ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പോയിട്ട് പിന്നെ എനിക്ക് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, വയ്യാത്തതുകൊണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഗിവ് അവേ വീഡിയോ ആണ്. ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഗിവ് അവേയിൽ 2 വിന്നർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 2 വിന്നറിന് നമ്മൾ കൊടുക്കുന്നത് ഗിഫ്റ്റ് ഹാമ്പർ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഗിഫ്റ്റ് ഹാമ്പറിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇനി ഈ ഒരു ഗിവ് അവേയിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ചാനലും അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടുക. ഇപ്പം ഇമോജി അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കമൻറ്റ് ഇടുക. ഇപ്പം എൻ്റെ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാനുള്ള സജഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന കമൻസിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഇന്നിടുന്ന വീഡിയോ തൊട്ടിട്ട് ഇനി അങ്ങോട്ട് നമ്മൾ എന്നാണോ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അന്നത്തെ വീഡിയോയുടെ അടിയിൽ വരെ ഉള്ളൊരു കമൻറ്റ് വരെ നമ്മൾ നോക്കും. അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോസിന് കമൻറ്റ് ഇട്ടിട്ടുള്ള ആളെ ആയിരിക്കും നമ്മൾ സെക്കൻഡ് വിന്നറായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ 2 വിന്നേഴ്സിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഏതെങ്കിലും 2 ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം. ഇത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർക്ക് തന്നെ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ചാനലും അതുപോലെ തന്നെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ഒന്നെങ്കിൽ ലിങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ചാനലിനകത്ത് നിന്ന് എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻസിനകത്തുനിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഗിവ് അവേ വിന്നറിന് കൊടുക്കാൻ പോകുന്നത് 2 ഗിഫ്റ്റ് ഹാമ്പർ ആയിരിക്കും. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം. നമ്മൾ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണോ ഈ ഒരു വീഡിയോയ്ക്ക് 1K ലൈക്ക് ആവുന്നത് അപ്പോഴായിരിക്കും. അഥവാ ഈ ഒരു വീഡിയോയ്ക്ക് 1K ലൈക്ക് ആയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ജനുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഗിവ് അവേ വിന്നറിനെ എന്തായാലും അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ ഒരു ചാനലും അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുന്നത്. പിന്നത്തെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. ഇമോജീസ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കമൻറ്റ് ഇടുക. ഇതിനകത്ത് വരുന്ന കമൻസിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നുണ്ടായിരുന്ന കമൻറ്റിനായിരിക്കും നമ്മൾ ഫസ്റ്റ് വിന്നറായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് വിന്നറായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സെക്കൻഡ് വിന്നറിനെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വീഡിയോ തൊട്ടിട്ട് ഈ അങ്ങോട്ട് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോസിനകത്തിൽ വരുന്ന കമൻസിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ കമൻസ് ഇടുന്ന ഒരാളെ ആയിരിക്കും നമ്മൾ സെക്കൻഡ് വിന്നറായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ട ആളെ അറിയാൻ പറ്റും, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. നമ്മൾ അങ്ങനെ എന്തായാലും ചെക്ക് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് എന്തായാലും കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മറക്കണ്ട, ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഏതെങ്കിലും 2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, നമ്മുടെ ഫസ്റ്റ് ചാനലും അതുപോലെ സെക്കൻഡ് ചാനലും കൂടെ.
നമ്മുടെ ഗിവ് അവേ വിന്നറിന് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ടിടാം. ആ ഗിഫ്റ്റ് ആകുമ്പോഴത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മൾ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായാലും ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പെട്ടെന്ന് കമൻറ്റ് ഇട്ടോ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ 2 ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മൾ എന്തായാലും ജനുവരി ലാസ്റ്റ് എന്തായാലും ഈ ഒരു വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യും. എന്തായാലും എനിക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും ഈ ഒരു കമൻറ്റിനൊന്നും ലൈക്ക് അടിക്കാതിരിക്കില്ല. എന്തായാലും ആരുടെയൊക്കെ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ചിലപ്പോൾ അവർക്ക് കിട്ടിയേക്കാം, ചിലപ്പോൾ അത് നിങ്ങൾക്കും കിട്ടിയേക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കിട്ടിയേക്കാം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരെ കൂടെ കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം. യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുന്ന സമയത്ത് അറിയാനായിട്ട് പറ്റും ആരൊക്കെ എത്ര കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടായിരിക്കും എന്തായാലും ഞാൻ ഈ ഒരു ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗിവ് അവേയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം മറക്കണ്ട, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക 2 ഫ്രണ്ട്സിന്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് വീഡിയോയിൽ ഹായ് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.